അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ നാം ഇന്ന് കാണുന്ന രൂപത്തിൽ ക്രോഡീകരിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അധികാരത്തിൽ വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 2.5 വർഷ കാലത്തെ ഭരണത്തിനിടയിലാണ് വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എന്താണ്? അന്ന് നിരവധി ഹാഫിളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ഭാഗങ്ങളെല്ലാം തോലുകളിലും എല്ലിൻ കഷ്ണങ്ങളിൽ അന്നത്തെ സൗകര്യം എന്താണോ അതനുസരിച്ച് എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ്. യമാമ യുദ്ധം നിരവധി സ്വഹാബികൾ രക്തസാക്ഷികളായി. അത് പ്രത്യേകിച്ചും നിരവധി ഹാഫിളീങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ പണ്ഡിതന്മാർ വഫാത്തായപ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഖുർആൻ ഒരുമിച്ച് കൂട്ടണം. കാരണം ഖുർആൻ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല എങ്കിൽ ഖുർആൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. തലമുറക്ക് അത് കിട്ടുകയില്ല. ആദ്യം ഈ അഭിപ്രായത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിരസിച്ചു. പിന്നീട് നിർബന്ധം പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീ കാര്യങ്ങളെല്ലാം എഴുതിയിരുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തി. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നക റജുലുൻ ശാബുൻ ആഖിലുൻ, അങ്ങ് ബുദ്ധിമാനായ യുവാവാണല്ലോ. അത് മാത്രമല്ല, ഖദ് കുന്തു തക്തുബുൽ വഹ്യ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹികളെല്ലാം എഴുതിയിരുന്ന ആളുമാണല്ലോ. അതുകൊണ്ട് ഫതത്തബിൽ ഖുർആന ഫജ്മഅഹു, അങ്ങ് വിശുദ്ധ ഖുർആനിനെ പിന്തുടർന്ന് അതിനെ ഒന്ന് ഒരുമിച്ച് കൂട്ടണം. ആ സമയത്ത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി ലൗ കല്ലഫനി നഖൽ ജബല മിനൽ ജിബാലി മാ കാന അസ്ഖൽ അലയ്യ മിമ്മാ അമറനി ബിഹി മിൻ ജംഇൽ ഖുർആൻ. ഈ കാണുന്ന പർവ്വതനിരകളിൽ നിന്ന് ഒരു പർവ്വതത്തെ അങ്ങോട്ട് അങ്ങ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് സാധിക്കും. എന്നാൽ എനിക്ക് വിശുദ്ധ ഖുർആൻ ഒരുമിച്ച് കൂട്ടാൻ സാധ്യമല്ല. അതിന്റെ ഗൗരവ രൂപത്തിൽ തന്നെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഭരണാധികാരി ഏൽപ്പിക്കുന്നത്. അവസാനം എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്റെ ദൗത്യം ഏറ്റെടുത്തു. അത് ഭംഗിയായ രൂപത്തിൽ പൂർത്തിയാക്കാനും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ സ്വഹാബിക്ക് സാധിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ മഹാനവറുകൾ ഒരുങ്ങി ഏൽപ്പിച്ച ദൗത്യവുമായി മുന്നേറുകയാണ്. അങ്ങനെ കാലത്തുണ്ടായിരുന്ന എല്ലാ ആളുകളുമായി കൂടിയാലോചനകൾ നടത്തി, ഹാഫിളുകളുമായി കൂടിയാലോചനകൾ നടത്തി. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഒരുമിച്ച് കൂട്ടി. ഉള്ളത് ഇവിടേക്കാണ്, പല ഭാഗങ്ങളിലാണുള്ളത്. അവകളെല്ലാം ഒരുമിച്ച് കൂട്ടി. അങ്ങനെ സൂറത്ത് തൗബയിലെ ഒരു ഭാഗത്ത് വന്നപ്പോൾ ചെറിയൊരു വിഷയം വന്നു. അത് ആരുടെ പക്കൽ മാത്രം, ആ ഒരു ഭാഗം ആരുടെ പക്കൽ മാത്രമേ ഉള്ളൂ? അബൂ ഖുസൈമത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്ന് പറയുന്ന ഭാഗം, അത് അവരുടെ പക്കൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു കോപ്പി ഉണ്ടാക്കി.
ആ ഒരു കോപ്പി ഭരണാധികാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. മഹാനവറുകൾ അത് സൂക്ഷിച്ചു വെച്ചു. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം അതിനെ സൂക്ഷിച്ചത് ആരാണ്? ഉമർ റളിയല്ലാഹു. പിന്നീട് അധികാരത്തിൽ വന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ് അതിനെ ഒരുമിച്ച് കൂട്ടിയത്. പിന്നീട് അതിനെ സൂക്ഷിച്ചത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ ഒരുമിച്ച് കൂട്ടൽ. നമ്മൾ കാണുന്ന ഇൻസാഫ്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മറ്റൊരു ക്രോഡീകരണവും കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.